ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സാലി. കോണ്ടൻസ് ചെയ്യാനും വീഡിയോ എടുക്കാനൊക്കെ നല്ല താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും അതിനൊന്നും ശരീരം അനുവദിക്കാത്ത കുറച്ച് ദിവസങ്ങളോടായിരുന്നു ഞാൻ കടന്നു പോയിരുന്നത്. കോമഡിയൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്തിട്ടും അതുപോലെ തന്നെ എപ്പോഴും പുറത്തൊക്കെ പോയി ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാനും ഹസ്ബൻഡിൻ്റെ കൂടെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോയി വീട്ടിലിരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാൾ ഒരു ദിവസം പെട്ടെന്ന് റൂമിൽ തന്നെ മാത്രം ഇരിക്കണം, ഒന്നും ചെയ്യാൻ കഴിയാതെ ശാന്തമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയാൽ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ വന്ന് 2-3 മാസമായിട്ട് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ നമ്മുടെ പ്രഗ്നൻസിയിലെ ഫസ്റ്റ് സെമസ്റ്ററിൽ ഭൂരിഭാഗം ചിലർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാവും. ഈ ഒരു സ്റ്റേജിലൂടെ ഇങ്ങനെ കടന്നു പോയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു ഗുണപാടുണ്ട്. ഈ സ്ലോ ആവുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുറ്റമല്ല. നമ്മളെല്ലാവരും ലൈഫിൽ എവിടെയൊക്കെ എത്താനും വേണ്ടിയിട്ടുള്ള ഭയങ്കര ഓട്ടത്തിലാണ്. ഇടയ്ക്ക് ലൈഫൊന്ന് സ്ലോ ആയി പോണത് ഒരു തോൽവിയല്ല എന്ന് മനസ്സിലാക്കിയതാണ് എന്നെ സംബന്ധിച്ചിട്ടുള്ള ഞാൻ അതിൽ പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഗുണപാഠം. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ലൈഫ് ഭയങ്കര പ്രൊഡക്റ്റീവായിട്ടും ഉണ്ടാവുള്ളൂ എന്ന് ആലോചിക്കരുത്. ഇങ്ങനെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കടന്നു പോകുമ്പോൾ നല്ല ക്ഷീണമൊക്കെ ഉള്ള ദിവസം ഒരു ചിത്രമൊക്കെ വരച്ചതിന് പെയിൻറ്റ് ചെയ്തിരിക്കുന്നതോ അല്ലെങ്കിൽ ഡിസോർഡറായി കിടക്കുന്ന നമ്മളെ റൂമൊന്ന് ക്ലീൻ ചെയ്ത് നമ്മളെ മനസ്സും അതുപോലെ ഒന്ന് ക്ലീൻ ആക്കിയാലോ ഒക്കെ മതി. മോളെ സ്റ്റഡി ടേബിൾ വൃത്തിയാക്കുന്നതും തുണികളൊക്കെ മടക്കി വെക്കുന്നതും ബെഡൊക്കെ ഒന്ന് ഓർഡറാക്കി വെക്കുന്നതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ എൻ്റെ ഈ ടൈമിൽ ഇതൊക്കെ ചെയ്ത് തീർത്തപ്പോൾ ഞാനെന്തോ വലിയ കാര്യം ചെയ്ത പോലെ, ഞാൻ ഭയങ്കര പ്രൊഡക്റ്റീവായ പോലെ എനിക്ക് തോന്നി. ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഈ ആദ്യ കുറച്ച് കാലങ്ങളിൽ എല്ലാവർക്കും ഒരേപോലെ ആവില്ല. പുറമെ ഹാപ്പി ആയിട്ട് കാണെങ്കിലും ഉള്ളിൽ നടക്കുന്ന ഹോർമോൺ ചേഞ്ചസും വോമിറ്റിങ്ങും ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥയൊക്കെ നമ്മൾ ഒരുപാട് മടുപ്പിക്കുന്നുണ്ടാവും. എപ്പോഴും സംസാരിക്കാനും പുറത്ത് പോകാനൊക്കെ ഇഷ്ടമുള്ള എന്നെ പോലെ ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ആവുക, ഒരു ചൂലെടുത്തിട്ട് സ്റ്റെപ്പ് അടിച്ചിടാൻ പോകുമ്പോഴേക്ക് സ്റ്റെപ്പിൽ കിടന്നുറങ്ങാൻ തോന്നുക, ഇങ്ങനത്തെ ഒക്കെ അവസ്ഥയാണിപ്പോൾ. എങ്കിലും ഇതൊക്കെ ഈ യാത്രൻ്റെ ഭാഗമായിട്ട് പോകുന്നതാണ്. പതിയെ പതിയെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറി പഴയതിനേക്കാളും അടിപൊളിയായിട്ട് നല്ല എനർജിക്കായിട്ട് തിരിച്ചു വരാമെന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ. എനിക്കെൻ്റെ മോളെ ഡെലിവറി ആയ ടൈമിൽ, അതായത് മോള് ഇങ്ങനെ കെയറിങ് ആയിട്ടുള്ള ടൈമിൽ ഇത്ര ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും എനിക്കില്ലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ മോളുണ്ടായി ഇപ്പോൾ ഒരു 7 വർഷത്തിന് ശേഷമാണ് ഞാൻ രണ്ടാമത് ഇങ്ങനെ കെയറിങ് ആവുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കലും ഇത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും കാര്യങ്ങളുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. അവളെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ എനിക്ക് വോമിറ്റിങ് ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. എല്ലാ ഭക്ഷണവും കഴിക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ കഴിയാത്തൊരു സ്ഥലത്ത് നമുക്ക് മാറ്റി വെക്കാം. ചോറ് അങ്ങനത്തെ ഒന്നും കഴിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അല്ലാതെ പച്ചവെള്ളം കുടിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതുപോലും ഒരു പുളിച്ച് ഉള്ള പോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിതൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. അതൊന്നും കുഴപ്പമില്ല, ഏതായാലും ഇനി ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ ഇതൊക്കെ റെഡി ആയിക്കോളും. അങ്ങനെ ഏതായാലും നമ്മൾ എടുത്ത് വെക്കലും മടക്കി വെക്കലും ക്ലീൻ ആക്കലും അടിച്ചു വാരലൊക്കെ ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലൈറ്റൊക്കെ ഒന്ന് ഇട്ടേക്ക് ഓവറോൾ ലുക്കൊന്ന് നോക്കാം. ഡ്രസ് ഹോൾഡർ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നല്ല സാധനമാണ്. ഒരു 38-40 ക്ലോക്സ് അവിടെ കൊള്ളും. പിന്നെ ഇത് മിറർ, അത്യാവശ്യമാണ് സാധനങ്ങളൊക്കെ ഞാൻ കണ്ണു മുമ്പിൽ വെച്ചിരുന്നാൽ പിന്നെ വേഗം വലിച്ചെടുത്താൽ മതി. ഓൾറെഡി ഇപ്പം എനിക്ക് കുറച്ച് മടിയും കൂടിയുണ്ട്. മോളെ ഡ്രസ്സ് പിന്നെ എത്ര മടക്കി വെച്ചാലും അത് ശരിയാവില്ല. അതുകൊണ്ട് ആ കൊട്ടയിൽ എപ്പോഴും വാരി വലിച്ചിടുന്നതാണ് ഓക്കും എനിക്കും നല്ലത്. പിന്നെ അവളെ സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് ക്ലീനാക്കി ബെഡൊക്കെ ഒന്ന് ലെവലാക്കി എടുത്ത് വെച്ച്. എൻ്റെ റൂം ആദ്യം ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ, ഫുൾ കർട്ടണായിരുന്നു. ഞാനാണിത് ചുരുക്കി ഓരോ ജനലിൻ്റെ ഭാഗത്തിനാക്കി വെച്ചത്. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 30-35 വരുന്നൊരു ഹാങ്ങർ സെറ്റും കൂടി വാങ്ങിയിട്ടുണ്ട് ഹാങ് ചെയ്തിടാനും വേണ്ടിയിട്ട്. അപ്പോൾ ഡ്രസ്സ് മടക്കി വെക്കേണ്ട ആവശ്യമില്ല, ചുളിയോ എന്നുള്ള ടെൻഷനും ഇല്ല. നല്ല ക്ലീൻ നീറ്റായിട്ട് എപ്പോഴും ഇരിക്കുകയും ചെയ്തോളും. അങ്ങനെ അതൊക്കെ തുറന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ ഭയങ്കര സമാധാനം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ ടുഡേ.